നമുക്ക് ഇന്നലെ നമ്മുടെ ശംഖു ഇല്ലേ, നമ്മുടെ ശംഖു ബിരിയാണി കേസ് പറഞ്ഞ ശംഖു ഇപ്പം വളരെ ഹാപ്പിയാണ്. ഇനി മുതൽ അങ്കണവാടിയിൽ മുട്ട ബിരിയാണിയും പുലാവും ഒക്കെ കിട്ടും. ശംഖു പറഞ്ഞു എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞത് നമ്മുടെ മന്ത്രി ആൻറ്റി കേട്ടു. മന്ത്രി ആൻറ്റി അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു. അവസാനം സർക്കാരിൻ്റെ തീരുമാനം വന്നു ഈ അങ്കണവാടിയിൽ ബിരിയാണിയും പുലാവും കൊടുക്കാൻ. ഉപ്പുമാവിന് പകരം ബിരിയാണി വേണമെന്നാണ് അന്ന് അമ്മയോട് ശംഖു പറഞ്ഞത്. ബിർണാണി എന്നാണ് അവൻ ശരിക്കും പറഞ്ഞത് കേട്ടോ, ബിരിയാണി എന്ന് അവന് പറയാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അന്ന് ആ വീഡിയോ വൈറലായി. അത് മന്ത്രി ആൻറ്റി കണ്ടു. അങ്കണവാടിയിലെ മെനു തന്നെ അതോടെ പരിഷ്കരിക്കപ്പെട്ടു. ഇന്നിപ്പോൾ ഇന്നലെ അതിൻ്റെ വാർത്ത വന്നു. എന്തായാലും 24 മന്ത്രി വീണ ജോർജിന് ശംഖു ഒരു ഉഗ്രൻ ഉമ്മയും കൊടുത്തു ഇന്നലെ രാത്രി. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്തായാലും ഈ ശംഖു വളരെ വളരെ ഹാപ്പിയാണ്. മന്ത്രി ആൻറ്റി അതിലും വലിയ ഹാപ്പിയാണ്, നമ്മൾ അതിലും വലിയ ഹാപ്പി. 24നും ശംഖുവിൻ്റെ വഴി ഒരു നന്ദിയും കിട്ടി, ഒരു വലിയ ഉമ്മയും കിട്ടി. നമ്മൾ തിരിച്ചു അതുപോലെ ഒരെണ്ണം കൊടുത്തു, ഒരു ഉമ്മ. ഓക്കെ, ശംഖുവിൻ്റെ കഥയിലേക്ക്. വാർത്ത കണ്ടു. ശംഖുവിന് ഹാപ്പിയായി. മന്ത്രി ആജിക്കും 24കാർക്കും താങ്ക് യു. ശംഖു എന്ന 4 വയസ്സുകാരന്റെ നിഷ്കളങ്കമായ ആ ആവശ്യം ബിർണാണി അത് കേരളം മുഴുവൻ ഏറ്റെടുത്തിരുന്നു. അങ്ങനെ ഇപ്പോൾ ശംഖുവിന്റെ ആഗ്രഹം സാധിച്ചു. ഇനി മുതൽ മുട്ട ബിരിയാണിയും പുലാവുമെല്ലാം അങ്കണവാടിയിൽ ശംഖുവിനും ശംഖുവിനെ പോലെയുള്ള ബിരിയാണി പ്രിയരായ കുട്ടികൾക്കു ലഭിക്കും. ശംഖുവിന്റെ വൈറലായ വീഡിയോ കണ്ട മന്ത്രി വീണ ജോർജ് ആ ആഗ്രഹം സാധിച്ചു നൽകുകയായിരുന്നു. പ്രൈം ടൈം വിത്ത് SKNൽ ആദ്യം മന്ത്രി വീണ ജോർജ് എത്തി ശംഖുവിന്റെ ആഗ്രഹം സാധിച്ചതിന്റെ സന്തോഷം പങ്കിട്ടു. ഒരു കുഞ്ഞ് ബിർണാണി മതി, ഉപ്പുമാവ് വേണ്ട എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഓപ്പണിംഗ് ആയിരുന്നു. വാസ്തവത്തിൽ ശംഖുവിനോട് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ശംഖുവിന് ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കാം, ഒരു ചക്കര ഉമ്മ കൊടുക്കാം. അതുപോലെ 24നും നന്ദി. പിന്നാലെ വീഡിയോ കോളിൽ ശംഖുവുമെത്തി. ശംഖു എപ്പോഴും ബിരിയാണി തിന്ന് എത്ര ബിരിയാണി തിന്നേണ്ടി വരുമെന്ന് അറിയാമോ? ബിരിയാണി തിന്ന് ക്ഷീണം വരും. ബിരിയാണിയുടെ കാര്യം അറിഞ്ഞോ ശംഖു? മന്ത്രി ആൻറ്റി ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ശംഖുവിന് ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചെന്ന്. ശംഖു ബിരിയാണി ഇഷ്ടം പോലെ ബിരിയാണി തരാൻ മന്ത്രി ആൻറ്റി സമ്മതിച്ചിരിക്കുക. ശംഖുവിനും ശംഖുവിന് ഇഷ്ടപ്പെട്ടോ കാര്യം? ശംഖു ഹാപ്പിയാണോ? മന്ത്രി വീണ ജോർജ് ശംഖുവുമായി 24ലൂടെ സംസാരിച്ചു. സന്തോഷായോ? അപ്പം ഞാനൊരു നന്ദി പറയട്ടെ. മോൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് എല്ലാ ശംഖുവിനും മോനും കൂട്ടുകാർക്കും ഒക്കെ നമുക്ക് ബിരിയാണി പുലാവും ഒക്കെ കൊടുക്കാം കേട്ടോ. ശംഖുവിന്റെ ഉമ്മ മിനിസ്റ്റർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു മിനിസ്റ്റർ. വീട്ടിൽ എല്ലാവരും ഹാപ്പിയാണോ? ശംഖു ബിരിയാണി കഴിക്കുമ്പോൾ എനിക്ക് കൊടുത്ത് അങ്കിളിനോട് തരുമോ? അപ്പൊ ശംഖുവിന് 24ന്റെ ഒരു ഉമ്മ കേട്ടോ. ഓക്കെ. ശംഖുവിന്റെ ആവശ്യം വൈറലായതോടെ സംസ്ഥാനത്തെ അങ്കണവാടികളിൽ പൊതുവായ ഒരു മെനു ഏർപ്പെടുത്താമെന്ന തീരുമാനത്തിൽ എത്തിയത് നിസ്സാര കാര്യമല്ല. കുഞ്ഞുങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച മന്ത്രി ആന്റിയുടെ മനസ്സും ശംഖുവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞു കാണണം. ന്യൂസ് ഡെസ്ക് 24. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ശംഖു ഇപ്പോൾ ഖത്തറിലാണെന്നാണ്. ഖത്തറിലിരുന്ന ശംഖുവിൻ്റെ കുട്ടികളോ കാണുന്നെങ്കിൽ, കൂട്ടുകാരോ കാണുന്നെങ്കിൽ, അല്ലെ അമ്മമാരോ ആരെങ്കിലും കാണുന്നുണ്ട്, ശംഖുവിന് ഇത് കാണിച്ചു കൊടുക്കുക. ശംഖു വളരെ സന്തോഷം. പ്രേക്ഷകരുടെയും കൂടെ ഒരു ഹാപ്പി ഉമ്മ. ഓക്കെ, എന്തായാലും ശംഖു കാരണം ഒരുപാട് ആളുകൾക്ക് അങ്കണവാടിയിൽ ഇനി ബിരിയാണി കഴിക്കാം. ഇതിന് തുടക്കമായത് ഇത് വേണമെങ്കിൽ നമ്മുടെ അങ്കണവാടിയിലെ ശംഖു വിപ്ലവം എന്ന് നമ്മൾ പേരിടുന്നു. ശംഖു വിപ്ലവം.